താമസിച്ചിരുന്ന വീട്ടിൽ ഈ മകൾക്ക് ഇതേ പിതാവിൻ്റെ ഭാഗത്തു നിന്ന് പീഡനം ഉണ്ടായിട്ടുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം അതിന് സാക്ഷിയാണ്. അയാൾക്ക് ഇയാൾ ജോലിക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അയാൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അയാൾക്ക് വെള്ളം അടിക്കുമ്പോൾ എന്തൊരു തോന്നും, ഇവനെ വിളിക്കും, ഇവനെ എന്തെങ്കിലും പറയും, നിന്നെ കെട്ടിച്ച് എടുത്തില്ലടാ, നിനക്ക് കണ്ണെ കാണിച്ചു തരാടാ, അങ്ങനാടാ ഇങ്ങനാടാ എന്നും പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തലാ ജോലി. മകൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. അപ്പോൾ ആ ഭീഷണി ഉള്ളതുകൊണ്ട് അവൾ എന്തെങ്കിലും ചെയ്താലോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഹോളിട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പെൺകുട്ടി ഉറച്ചു പറഞ്ഞിരുന്നു. നമുക്കും ഒരു വിഷമമാണ് ആ കൊച്ചു അവസാനമായിട്ട് അവനെയൊന്ന് കാണാത്തത്. എന്നാൽ അത്രയ്ക്കും നമുക്കറിയാം ആ കൊച്ചിനെ, നമ്മളത് കണ്ടിട്ടുള്ളതാണ്, നമ്മളെ മോളായിട്ട് തന്നെ സ്വീകരിച്ചതാണ്. എന്താണ് സോമന് സംഭവിച്ചത്? ഇവിടെ എന്താണ് ഈ സ്ഥലത്തിന് പ്രത്യേകത എന്താണ്? ഇവിടെയാണ് സുഹൃത്ത് അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ പ്രിയ കാമുകീനെ കാണാനായിട്ട് വരുന്നത്. ഇവിടെ വെച്ചാണ് അദ്ദേഹം കുത്തേൽക്കുന്നത്. സോമന്റെ ആരാണ് ഇത്? എൻ്റെ സുഹൃത്തും അതിലുപരി അനിയനും സുഹൃത്തുമാണ്. നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണ്. 1 വർഷക്കാലമായിട്ട് ഈ പെൺകുട്ടിയുമായിട്ട് ഇയാൾ പ്രണയത്തിലായിരുന്നു. ഈ പ്രണയത്തിലായിരുന്നതിൻ്റെ ഭാഗമായി ഈ പിതാവ് ഇതറിയുകയും ഇദ്ദേഹം ഈ പയ്യൻ്റെ വീട്ടിലെത്തി കല്യാണം ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം പല പ്രാവശ്യമായിട്ട് ഇയാൾക്ക് മദ്യപിക്കുന്ന സമയത്ത് ഈ വിവാഹത്തിന് താല്പര്യമില്ലാതാവുകയും ഈ പയ്യനെ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു പതിവ് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ഒരു തവണ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പയ്യൻ തന്നെ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ SHO മുമ്പാകെ പരാതി നൽകിയിട്ടുള്ളതും ആ പരാതി പ്രകാരം ഇയാളെ വിളിച്ചു വരുത്തി സംസാരിച്ച് ഒത്തുതീർപ്പായി പോയിട്ടുള്ളതുമാണ്. മകള് തന്നെ ഈ പ്രസവത്തിന് കേസ് കൊടുത്തിട്ടുണ്ടല്ലേ? ഉണ്ട്, അങ്ങനെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെന്തിനാ കൊടുത്തത്? അച്ഛന്റെ ഭാഗത്ത് പീഡനം ഉണ്ടെന്ന് പറഞ്ഞു. അതായത് മകള് ഇദ്ദേഹത്തിനൊപ്പം ഇരവിപുരത്തെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ കുവൈത്തിലും മകനും പിതാവും മകളുമായാണ് താമസിച്ചിരുന്നത്. ഈ താമസിച്ചിരുന്ന വീട്ടിൽ ഈ മകൾക്ക് ഇതേ പിതാവിൻ്റെ ഭാഗത്തു നിന്ന് പീഡനം ഉണ്ടായിട്ടുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം അതിന് സാക്ഷിയാണ്. ഈ പെൺകുട്ടി ആവശ്യപ്പെട്ട പ്രകാരം ഈ അരുൺ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുമായിട്ട് ഞാൻ മറ്റു സുഹൃത്തുമായി ഈ പ്രസാദിൻ്റെ വീട്ടിൽ പോയിട്ടുള്ളതാണ്. അന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ബാത്റൂമിൻ്റെ ഹോളിൽ ഡോറിനകത്ത് 2 ഹോളുണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ഈ വീട്ടിൽ ഞാൻ എത്ര സുരക്ഷിതമായി താമസിക്കും എന്നൊരു ചോദ്യം പെൺകുട്ടി അന്ന് ചോദിച്ചിരുന്നു. കാരണം ഈ ഹോളുണ്ട്. അപ്പോൾ ഈ ഹോളിലുപരി ഞാനിത് പുള്ളിയോട് പ്രസാദ് എന്ന് പറഞ്ഞ യക്ഷയോട് ചോദിച്ചു, നിങ്ങൾ അത് മകൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. അപ്പോൾ ആ ഭീഷണി ഉള്ളതുകൊണ്ട് അവൾ എന്തെങ്കിലും ചെയ്താലോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഹോളിട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പെൺകുട്ടി ഉറച്ചു പറഞ്ഞിരുന്നു, അതിനല്ല, ഇത് ഇങ്ങനെ മനഃപൂർവ്വം ഇദ്ദേഹം മറ്റൊരു തലത്തിലേക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സംഭവം നടക്കുന്ന മെനിഞ്ഞാന്ന് ഇദ്ദേഹം അരുണിനെ ഫോണിൽ വിളിച്ചിരുന്നു. അത്യാവശ്യമായി കാണണമെന്നും സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അരുൺ അതിന് കൂട്ടാക്കാത്തതിന് അരുണിൻ്റെ വീട്ടിലേക്ക് ഇദ്ദേഹം ചെല്ലുകയും അരുണിൻ്റെ സഹോദരനോട് അടിയന്തരമായി അവനെ കാണണമെന്നില്ലെങ്കിൽ അവനെ വകവരുത്തുമെന്നൊക്കെ സംസാരിച്ചു. അമ്മയോടൊക്കെ ഭീഷണി മുഴക്കിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഇത് അറിഞ്ഞ അരുൺ ഇദ്ദേഹത്തിനെ തീരദേശത്ത് കുരിശുമൂടെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇവർ തമ്മിൽ കണ്ടു. ഉന്തും തള്ളും ഉണ്ടായി. അപ്പോൾ അവിടെ റെക്സ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് കടന്നു വരുന്നു. അവിടെ അതിനിടയിൽ സംസാരത്തിൻ്റെ അവസാനം ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ മകൾ ഇല്ല, അവളെ എൻ്റെ ഭാര്യയുടെ ചെലവിന് ഇനി ആ വീട്ടിൽ താമസിപ്പിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഒന്നുകിൽ വിളിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുകയും മരിക്കുക, അതൊക്കെ നിങ്ങളുടെ താല്പര്യം, പക്ഷെ അവിടെ നിന്ന് കൊണ്ടുപോകണമെന്നാണ് പിതാവ് ആവശ്യപ്പെട്ടത്. പിതാവ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അരുൺ എന്ന യുവാവ് ഈ വീട്ടിലേക്ക് അവിടെ ഇവിടത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി നിരന്തരം വിളിക്കുന്നുണ്ട്, കൊണ്ടുപോകാൻ വരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഇദ്ദേഹം ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ ഇയാളോട് അരുണിനോട് പറയുന്നുണ്ട് ഫോണിൽ, നീ പോകണ്ട, നമുക്ക് പിന്നീട് ആലോചിച്ചിട്ട്. പക്ഷേ എൻ്റെ വാക്ക് കേൾക്കാതെ അദ്ദേഹം പോയി. ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ പ്രസാദ് ഉറപ്പിക്കാനായി ഒന്നും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ ഇവിടെ എത്തുമെന്ന് മനസ്സിലാക്കിയ പ്രസേക കരുതിക്കൂട്ടി തന്നെയാണ് ഇവിടെ ഇല്ലായിരുന്നു, പുറത്ത് എവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അരുണും ഒരു സുഹൃത്തുമായി ഇവിടെ എത്തിയ സാഹചര്യത്തിൽ ഇവരുടെ പുറകിൽ നിന്നാണ് പ്രസാദ് കടന്നു വരുന്നത്. അവർ നിൽക്കുന്ന പോലീസുകാർ നിൽക്കുന്ന ഭാഗത്ത് വെച്ചാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് കടന്നു വന്ന ആ ഒരു സാഹചര്യം, ഇവിടേക്ക് വന്നു, പെൺകുട്ടിയെ കൊണ്ടുപോകാനായിട്ട് വന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം പുറകിൽ നിന്ന് വന്ന് ആൾട്ടൂനെയാണ് ആദ്യം കുത്താൻ ശ്രമിക്കുന്നത്. സുഹൃത്തിനെ അവന്റെ കൂടെ സുഹൃത്തിനെ. അപ്പോൾ അദ്ദേഹത്തിന് കുത്തി കിട്ടിയില്ല. അദ്ദേഹം രക്ഷപ്പെട്ട ശേഷം അരുണിനെ നെഞ്ചിൽ കുത്തി ഇറക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞ കരുതിക്കൂട്ടിയുള്ള സംഭവം അല്ലേ? അദ്ദേഹം കരുതിക്കൂട്ടി അദ്ദേഹത്തിന്റെ മകനെ അദ്ദേഹം കുവൈത്തിലേക്ക് അയച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇയാളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ പിതാവ് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ? ഇവർ അംഗീകരിച്ചതല്ല പിതാവ്? അംഗീകരിച്ചതാണ്. പിന്നീട് അയാളെ മദ്യപിച്ചതിന് ശേഷം ഉണ്ടായ ഒരു ഇതാണെങ്കിലും അയാൾക്ക് ഈ പയ്യനോട് യഥാർത്ഥത്തിൽ താല്പര്യമില്ലായിരുന്നു. ഒന്ന്, ഈ ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ വന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞിരുന്നു, പയ്യൻ ക്രിസ്ത്യാനിയാണെന്നും പെണ്ണ് ഹിന്ദുവാണെന്നുള്ള കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇയാൾ അവനെ 2 അടി കൊടുത്തിരുന്നെങ്കിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അയാൾ ഒരു പിതാവാണ്. അപ്പോൾ ഒരു 19 വയസ്സുള്ള ഒരു പിഞ്ചു പയ്യനെ കുത്തി കൊലപ്പെടുത്താൻ ഇത്രയും ക്രൂരനാണെന്ന്
നമ്മളൊരിക്കലും വിചാരിക്കുന്നില്ല. ഇത്ര ക്രൂര മൈൻഡോട് കൂടി ചിന്തിക്കുന്നതാണ്. ഈ പെൺകുട്ടിയോട് ഇഷ്ടമുള്ള കാര്യമൊക്കെ നിങ്ങൾ എപ്പോഴും അറിയുന്നത്? നമ്മൾ വീട്ടിൽ നിന്ന് തുറന്ന് പറയുക ചെയ്തത്? എല്ലാം എൻ്റെ അടുത്ത് തുറന്നു പറയുന്നത്. ഇത് മൂന്ന് വർഷമൊക്കെ ആയി കാണും, 3 വർഷമെങ്കിലും ആയി കാണും. അപ്പോൾ ഇതണക്ക് പേരൊക്കെ വിളിച്ച് പറയും. ഇവർ അമ്മി പിണങ്ങുമ്പോഴത്തേക്ക് ആ കൊച്ചു കിടന്ന് ഫോണിൽ കൂടെ വീഡിയോ കോൾ കിടന്ന് കരയും. അപ്പോൾ ഇവൻ ഇങ്ങനെ തമാശയ്ക്ക് എൻ്റെ അടുത്ത് പറയാം, അമ്മച്ചി ഇതാ കണ്ട കരയുന്ന അമ്മച്ചി, അവളിതായിരുന്നു കരയും, നമ്മൾ പിണക്കമാണെന്നും പറഞ്ഞുകൊണ്ട് കരയുന്നെന്നൊക്കെ പറയും. ഞാൻ തരം ഞങ്ങളും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറയാം, നീ എന്തിനാ ആ കൊച്ചിനെ ഇങ്ങോട്ട് ഇതാക്കുന്നത്? അത് കഴിയുമ്പോൾ അവർ അതാവും. പിന്നെ പിന്നെ ഞങ്ങളിത് അവിടെ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഡയറക്റ്റ് നമ്മളെ വീട്ടിൽ വന്ന് തുടങ്ങിയത്. അയാൾ വീട്ടിൽ വന്ന് തുടങ്ങിയിട്ട് അത് എന്തുവാ അച്ഛൻ അല്ല ശല്യം ചെയ്യരുത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അല്ല പറഞ്ഞത്. ഇതാണൊക്കെ എൻ്റെ മോളായിട്ട് ഇവനിങ്ങനെ കറങ്ങുന്ന അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നടത്താനെന്ന്. അപ്പോഴും അവരും പറയും ഞങ്ങൾക്കും താല്പര്യമായിരുന്നു. ഞങ്ങള് ആ കൊച്ചിനെ ഞങ്ങള് കൂടെ കൊണ്ട് നമ്മളെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. ആ കൊച്ചിന് എന്തെങ്കിലും ഒരു ചെറിയ വീടൊക്കെ ആയിട്ട് നമുക്ക് തീരുമാനിക്കാം. കാര്യം ചെയ്യാൻ അവന്റെ മൂത്തമുണ്ട്, പിന്നെ ഒരു പെങ്കൊച്ചുണ്ട്, നമുക്ക് 18 വയസ്സുള്ള. പിന്നെ അവൻ അർമേനിയ പോയപ്പോഴത്തേക്ക് ആ കൊച്ചിനെ ഞങ്ങളെ കൂടെ ആ കൊച്ചിനെ ഞാനാണ് പോയി വിളിച്ചുകൊണ്ട് വന്നത്. ആ കൊച്ചു ഇപ്പൊ നിൽക്കുന്ന വീടില്ലേ, ഇവിടെ ഈ സംഭവം നടന്ന വീട്, ആ വീട്ടിൽ നിന്ന് പോയി ഞാനാണ് വിളിച്ചുകൊണ്ട് വന്നതും ഞാനാണ് അവിടെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് ആക്കിയതും പോകാനും. അതും ഞങ്ങള് അവരച്ഛൻ്റെയും അമ്മയുടെയും സമ്മതത്തോടു കൂടി തന്നെ വന്നത്, അല്ലാതെ നമുക്ക് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ആ സമ്മതത്തോടു കൂടി തന്നെ. അപ്പോഴേ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും വളരെ താല്പര്യമാണ്. രണ്ടുപേരും, കാരണം രണ്ടുപേരും എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലുള്ള സ്നേഹമായിരുന്നു. കാരണം അത്ര എനിക്ക് നല്ലോണം അറിയാം, പപ്പയ്ക്ക് അറിയാം എന്നൊക്കെ കൂടുതൽ എനിക്കറിയാം. കാരണം അവർ തമ്മിൽ ചെറിയ ഒരു പിണക്കം വന്നാലും എന്നുവെച്ചാൽ ഭയങ്കരമായിട്ടൊരു ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമായിരുന്നത്. ഞാൻ ഒരാളുടെ വീട്ടിൽ പോയി സംസാരിച്ചായിരുന്നു കൊച്ചിൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞ മോളെ ഇപ്പം നീ പഠിക്കുന്ന ടൈം പഠിച്ചു, അത് കഴിഞ്ഞ് ഇത് നമുക്ക് നടത്താം, നമ്മൾ പുറകോട്ടൊന്നും നമ്മളെ നടത്താം. അത് എൻ്റെ വൈഫ് ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യൻസാണ്, നമ്മൾ അങ്ങനെ ഒരു വേർതിരിവില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ആ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ പോയി സംസാരിച്ച അത് പ്രസാദ് എന്നെ വിളിച്ചു വരുത്തിച്ച് ഒരു ദിവസം ആ വീടിനകത്ത് ഞാനും പോയി സംസാരിച്ചിട്ടുണ്ട്. ഞാനും പോയി സംസാരിക്കുന്ന വേറൊന്നുമല്ല, നല്ലോണം പഠിക്കണം നമുക്ക് ഇതാകുമ്പം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇഷ്ടമല്ല എന്നുള്ള രീതിയിലുള്ള ആ കൊച്ചിനെ തോന്നല്ല, ഞങ്ങൾക്ക് താല്പര്യമാണ്, നിങ്ങൾ പഠിച്ചാൽ മതി. അവർ എന്ന് വെച്ചാൽ നമുക്കെപ്പോഴായാലും കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം, അതേ ഉള്ളൂ നമുക്ക് താല്പര്യം. ജോലിയായാലും അത് പ്രായപൂർത്തിയായില്ല എന്നുള്ളൊരു എന്തല്ലേ, അവർ രണ്ടുപേരും തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങളെ നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് പോയി ഒന്നിച്ച് ജീവിക്കാനെന്ന്? അപ്പോൾ ആ ഒരു ഘട്ടം അവർ അങ്ങനെ ആവരുത്. അതായത് സ്നേഹത്തിന്റെ കൂടുതൽ കൊണ്ടും ഈ പ്രസാദിന്റെ ശല്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങേര് ഓരോന്നും മാറ്റി പറയും. ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്ത് പറയും, ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നിനക്ക് ഇടിച്ചിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് ചുമ്മാ ഇവൻ എവിടെയെങ്കിലും ഈ കൂട്ടുകാരുമായിട്ട് കറങ്ങുന്ന സമയത്തായിരിക്കും, അവൻ അവൻ്റേതായിട്ടുള്ള രീതിയിൽ പോകുന്ന സമയത്തായിരിക്കും ഇങ്ങനെ വിളിച്ചിട്ട് ഇവനെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യും. നിനക്ക് കെട്ടിച്ച് തരത്തില്ലടാ എന്ന് പറയുമ്പോഴത്തേക്ക് അവനില്ല ഇന്തരായിട്ടിരിക്കുമല്ലേ, അപ്പോഴാണ് ഇവനെ വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്യുക. ഇയാൾ ജോലിക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അയാളിങ്ങനെ ഇരിക്കുമ്പോൾ അയാൾക്ക് വെള്ളം ഒടിക്കുമ്പോൾ എന്തൊരു തോന്നും, ഇവനെ വിളിക്കും, ഇവനെ എന്തെങ്കിലും പറയും, നിനക്ക് കെട്ടിച്ച് തരത്തില്ലടാ, നിനക്ക് കാണിച്ചു തരാടാ, അങ്ങനാടാ ഇങ്ങനാടാ എന്നും പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തലാ ജോലി. അപ്പോഴും അവരും പുള്ളലല്ലേ, അവരും എന്തെങ്കിലും പറയും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളവിടെ ഇതിനു മുമ്പ് താമസിച്ച വാടക വീടിനടുത്ത് ഒരു ദിവസം അച്ഛനും മോനും കൂടെ ഒക്കെ വന്നായിരുന്നു അവനെ അടിക്കാനായിട്ട്. അവിടെ വന്ന് റോഡിൽ കിടന്ന് ചീത്ത വിളിയൊക്കെ ആയിരുന്നു, ഭയങ്കര ഷോക്കായിരുന്നു. അന്നേരം ഞാൻ മോൻ്റെ കൂട്ടുകാരെ വിളിച്ചു വരുത്തി അവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു വിട്ടത്. അല്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പ്രതീക്ഷിച്ചിരുന്നില്ല. മെന്നാന്ന് ഇവിടെ വൈകിട്ട് ഒരു 5:30 വന്ന് വീട്ടിൽ വന്ന് വഴക്ക് പ്രശ്നമൊക്കെ ആയിരുന്നു, കള്ളു പിടിച്ചിട്ട്. എന്നിട്ട് പറഞ്ഞാൽ എന്നെ അനിയനെ പുറത്തിറക്കത്തില്ല, ഇന്ന് എന്നെ കൈ കിട്ടിയ രണ്ടിനും തീർക്കുമെന്നും പറഞ്ഞിട്ടാണ് പോയത് അയാളോട്. അന്നേരമൊക്കെയാണ് അനി ഇവിടെ വന്നിട്ട് തിരിച്ചു പോയത്. പിന്നെ അറിയുന്ന അനിയനെ കുത്തിയെന്നൊക്കെ. ഇതിന് മുന്നേ കണക്ക് പഴയ വീട്ടിൽ നിന്ന് അടിയുണ്ടാക്കി കേസ് കൊടുത്ത് ഒത്തീർപ്പാക്കി വിട്ടേ. അന്നേരം അയാൾ പറഞ്ഞ് ഇനി മേലെ ഒന്നിനും വരത്തില്ല, നിൻ്റെ മോളെ എനിക്കിനി ഇങ്ങനെ ഒരു മോളില്ല, നീ എന്താണെന്ന് ചെയ്തത്. അങ്ങനെയാണ് ആ കൊച്ചിൻ്റെ ചേച്ചി വീട്ടിൽ കൊണ്ട് നിർത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവൻ തന്നെയാണ് കോളേജിൽ കൊണ്ടാക്കുന്നത്, വിളിച്ചുകൊണ്ട് വരുന്നതല്ല, കൊണ്ടുപോകുന്നതല്ല, അനിയൻ തന്നെയായിരുന്നു. ചെയ്യുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പം മകൻ മരിച്ചു,
ആ പെണ്ണിന്റെ ജീവിതം പോയില്ലേ ജീവിതം ഇതുപോലെ നോക്കത്തില്ലല്ലോ പെൺകുട്ടിയെ. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ അടുത്ത് ഞങ്ങളെ അംഗീകരിച്ചല്ലോ. അവൻ എന്താ അവന്റെ ഇഷ്ടമാണ് ഞങ്ങൾക്ക്. വെറുതെ പ്രസാദം നശിപ്പിച്ചിട്ട് നിങ്ങളുടെ മോനെ മാത്രമല്ല പെണ്ണിന്റെ ഭാവിയും കളയും. പെണ്ണിന്റെ ഭാവിയും കളഞ്ഞ് കഷ്ടം. ആ കൊച്ച് അതിനെയൊന്നും കണ്ടതുപോലും ഇല്ല. അവന് നമുക്കും വരെ ഒരു വിഷമമാണ് ആ കൊച്ച് അവസാനമായിട്ട് അവനെയൊന്നും കാണാത്തത്. കാരണം അത്രയ്ക്കും നമുക്കറിയാം ആ കൊച്ചിനെ, നമ്മളത് കണ്ടിട്ടുള്ളതാണ്, നമ്മളെ മോളായിട്ട് തന്നെ സ്വീകരിച്ചതാണ്. അയാൾ ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാൽ ജീവൻ തിരിച്ചെടുത്ത് കിട്ടുമോ? ഇനി അയാൾ എന്ത് ചെയ്താൽ ഇനി എന്തെല്ലാം നമുക്ക് എന്തരായാലും ശരി തന്നെ അത് നമുക്ക് അവന് പകരമാവുമോ? ഞങ്ങൾക്കിനി ഒരിക്കലും അവനാവത്തില്ല. ഒരു നിമിഷം കൊണ്ട് അയാൾ ഒരു 10-20 മിനിറ്റ് കൊണ്ട് അയാൾ അങ്ങനെ കാണിക്കേണ്ട. അയാൾ ഭ്രാന്താണ്. അയാൾ എന്ത് ഭ്രാന്താവട്ടെ, അയാൾ എന്തേ കാണിക്കട്ടെ, പക്ഷേ ജീവൻ അയാൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ ഇനി?